എന്ത് പറ്റി കൊറേ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. കൂടുതലും വരുന്നത് ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കിടപ്പുമുറിയില് നീ എങ്ങനെ പറഞ്ഞോടാ? നിങ്ങൾ കോൽക്കളിയാണോ? കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത്? നിങ്ങൾ ആശയം ഓക്കെ ആണോ, ഞാൻ ഓക്കെ ആണോ? അതൊക്കെയാണ് ആൾക്കാർക്ക് കൂടുതൽ അറിയാം. വൃത്തികെട്ടവനെ, നിനക്ക് നാണല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? പക്ഷെ ഈവൻ ഞങ്ങൾ ഓക്കെയാണ്, അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ല. പക്ഷെ അത് പുറത്തുള്ള ആൾക്കാര് വരുന്ന കമന്റുകൾ മുഴുവൻ ഭയങ്കര അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അത് അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്, അല്ലാതെ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത. അവർക്കത് ഇനിയിപ്പോ ഞങ്ങൾ ഈ ലൈവായിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇത് നിങ്ങൾ കോൽക്കളിയാണോ? എന്റെ ലൈഫിൽ ഞങ്ങൾ ഇതുവരെ കോൽക്കളി കളിച്ചിട്ടില്ല. എന്താണ് കോൽക്കളി എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. ഞാൻ വെറും ഒരു ഡ്രൈവർ ആയിപ്പോയില്ലേ. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞ് അത് മനസ്സിലാക്കണം. ഇത് അറിയുന്ന ആൾക്കാരെ ഒന്ന് പഠിപ്പിച്ചു തരുന്നെങ്കിൽ ഞങ്ങൾ ട്രൈ ചെയ്യാം. അടുത്ത ട്രെയിൻ എപ്പോഴാ? ഞാൻ വരും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നു. പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.